ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുഡ് കഴിച്ച് മരത്തിൻ്റെ ചൂട്ടിങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചയും എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ റൂമിൻ്റെ ചുറ്റുഭാഗം മൊത്തത്തിലൊന്ന് കറങ്ങി കാണിച്ചു തരാം. പറ്റുന്ന ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ മരത്തിൻ്റെ ചൂട്ടിരിക്കുമ്പോൾ ഒരു രസമാണ്. പക്ഷേ ഇപ്പോൾ വലിയ രസമൊന്നുമില്ല, കുറച്ച് മുമ്പൊക്കെ രസമാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ രസം പറ്റപ്പോൾ നല്ല ചൂടാണ്, നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ സൂര്യനിങ്ങനെ കത്തിങ്ങനെ നിൽക്കുകയാണ്. ഒരു 4:30-5 മണി വരെ നല്ല ചൂടാണ്. അപ്പോഴേ പിന്നെയും കണ്ട് പതുക്കെ കുറഞ്ഞിങ്ങനെ വരുള്ളൂ. അതാണ് ഇപ്പോൾ UAE അവസ്ഥ. ഞാൻ എൻ്റെ ഇവിടുത്തെ അവസ്ഥ പറഞ്ഞത്. ടൗണിലൊക്കെ എന്താണെന്ന് അറിയില്ല. ടൗണിൽ നല്ല ചൂടാണ് ഈ കാരണം അവിടെ വണ്ടികളും ആളുകളും തിരക്കും ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഒന്നും കൂടി ഡബിളായിരിക്കും. ഇന്നലെ രാത്രി ഒന്നും വല്ലാണ്ട് ചൂടുണ്ടായിട്ടില്ല, രാത്രിയൊക്കെ കുറച്ച് ഒരു കൂളായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നിങ്ങനെ കറങ്ങിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഒന്നിങ്ങനെ നടന്നു നോക്കാം. നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടാണ്. മരത്തിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. മരത്തിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി ഫുള്ള് നിലത്ത് വീണിട്ടുണ്ട്. ചൂട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. നമുക്ക് നേരെ ജിമ്മിൻ്റെ അവിടെ പോയി നോക്കാം. അതേപോലെ നമ്മളെ ഇവിടെ മരത്തിൻ്റെ മുകളിൽ ഒരു പ്രാവിൻ്റെ കൂടൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ കുറച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇതിമത്തെ കിളികളൊക്കെ നമ്മളെ ഈ ചെരുപ്പൊക്കെ വെക്കുന്ന ഈ കബോർഡതാ അതിൻ്റെ അടിയിൽ വന്ന് നിൽക്കും. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിഞ്ഞ് വരുമ്പോൾ അതൊക്കെ എടുക്കാം. അപ്പോൾ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആളുകൾ നമ്മളെ ജിമ്മ് കാണിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിമ്മ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഡ്രസ്സൊക്കെ ഇത് കാറ്റടിച്ചിട്ട് ആയിരമൊന്ന് വീഴുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ റൂമാണ്. ഈ റൂമിൻ്റെ നേരെ ബാക്കിലാണ് ജിമ്മുള്ളത്. ഈ കാണുന്നത് നമ്മളെ റൂമിൻ്റെ ബാക്ക് സൈഡ്, പിന്നെ നേരെ ആ കാണുന്നതാണ് ജിമ്മ്. അപ്പോൾ ജിമ്മക്ക് ഒരുപാട് പോകാനും ഒരുപാട് സഞ്ചരിക്കാനൊന്നുമില്ല, കുറച്ച് പോകാനുള്ളൂ. അതേപോലെ ജിമ്മക്ക് പോകുന്ന വഴിയിലാണ് നമ്മളെ പക്ഷിക്കൂടുകളൊക്കെ ഉള്ളത് കേട്ടോ. ഇവിടെ ഒരു കൂടുണ്ട്, അതുപോലെ അവിടെ ഒരു കൂടുണ്ട്, പിന്നെ ഇവിടെ ഒരു കൂടുണ്ട്. ഇതിൻ്റെ മുകളിൽ നാൾ കിട്ടിയ കിളീനെ നമ്മൾ ഇവിടെ ഈ കൂട്ടിലാണ് നമ്മൾ അന്ന് കിട്ടിയ കിളീനെ ആക്കിയത്. അത് പിന്നെ എന്തായതൊന്നും അറിയില്ല. അതിപ്പോൾ ആര് പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വലുതായിട്ടുണ്ടാവും എന്തായാലും. ഞാൻ ആ കിളിക്കൂട്ടിൻ്റെ ഉള്ളിൽ ആക്കിയതിന് ശേഷം അതിനെ കൊത്തിയാട്ട് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 2-3 ദിവസമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിലത്ത് കിടക്കണമെന്ന് കണ്ടിട്ടില്ല. അതിനൊക്കെ ഫീഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗൈസ്, അപ്പോൾ ഇതാണ് ജിമ്മ്. ചാവിയൊക്കെ നമ്മളെ കയ്യിൽ തന്നെയാണ്, നമ്മളെ കസ്റ്റഡിയിലാണ്. ഇവിടെ മാസ്റ്ററൊന്നുമില്ല. ഇവിടുത്തെ മാസ്റ്ററും ജിമ്മത്തെ കളിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ തന്നെയാണ്. ഞാൻ ഒരു 10th പഠിക്കുന്ന ടൈമിലൊക്കെയാണ് 10th +1 ആ ടൈമിലൊക്കെയാണല്ലോ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളോട് താല്പര്യം കൂടുക, ഈ ഫിറ്റ്നസ്, ഈ ജിമ്മ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഈ ഫിറ്റ്നസ്സിലേക്ക് വരുന്നത്. തുടക്കത്തിലൊക്കെ മസിൽ ഉണ്ടാക്കാൻ പെരുപ്പിക്കുക, അതേപോലെ +2 പോകുമ്പോൾ +2 ഒക്കെ ആകുമ്പോൾ റാഗ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ അധികം ആൾക്കാരും ബോയ്സും ഈ ജിമ്മിന് ചേരുന്നുണ്ടാവുക. പിന്നെ പതുക്കെ എനിക്കതിന് അഡിക്റ്റായി. ഞാൻ പിന്നെ ഹെൽത്തിന് വേണ്ടിയിട്ട് പിന്നെ ജിമ്മിന് പോകാൻ തുടങ്ങി. അപ്പോൾ ജിമ്മിന് പോയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്ത് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഹെൽത്തി ആണോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ കഴിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഒരുവിധമൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളെ ബോഡിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ള ഫുഡുകളാണ് ഞാൻ അധികം കഴിക്കാൻ ശ്രമിക്കുക. ഈ 7up അതുപോലെ ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഒന്നും ഞാൻ കൂടുതൽ കഴിക്കാറില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഹെൽത്തി ഫുഡിനോട് നമ്മൾ കൂടുതൽ ഇഷ്ടം തോന്നാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരുപാട് ബാഡ് ഹാബിറ്റുകളിൽ പോകുന്നത് തടഞ്ഞ്, അതായത് സ്മോക്കിങ്, അങ്ങനത്തെ ലഹരി വസ്തുക്കളിലേക്കുള്ള ഒരു പോക്കുണ്ടല്ലോ ഒരു ഏജിൽ. അതായത് നമ്മൾ വളർന്നു വരുന്ന ആ ഒരു കോളേജിലൊക്കെ ടൈമിൽ
ഈ ജിമ്മിന് പോകുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റുകളിലേക്ക് പോകുന്നതിനെ എന്നെ എന്ത് ചെയ്ത് പിന്തിരിപ്പിച്ച്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ, നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ അനിയന്മാർ ആരെങ്കിലുമൊക്കെ ജിമ്മിന് പോകാൻ താല്പര്യം കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അവരെ പോകാൻ നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് മെഡിസിനും കാര്യങ്ങളൊക്കെ ജിമ്മിലുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും പെടാതെ നിങ്ങൾ അവരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഫിറ്റ്നസ് അല്ല ആരോഗ്യം മുന്നോട്ട് പോകുന്നതിന് നിങ്ങളെന്ത് ചെയ്യുക, അവരെ ജിമ്മിന് പറഞ്ഞയക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുക. ഈച്ചയുണ്ട് കേട്ടോ, നല്ലോണം ഭയങ്കര ഈച്ചയാണ്. അപ്പോൾ ഒരു പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ എനിക്കുണ്ടായ പോലെ തന്നെ ഒരുപാട് ബാഡ് ഹാബിറ്റുകളിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, പിന്തിരിപ്പിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ മെമ്മറി, നമ്മൾ കോൺസെൻട്രേഷൻ, ഒരു ലക്ഷ്യം എന്നൊക്കെ പറയാം, ഒരു ലക്ഷ്യബോധമൊക്കെ നമുക്ക് കൂടുതൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ ജിമ്മിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ജിമ്മിന് പോകുന്നതിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ജിമ്മ്. ഇത് മൾട്ടി ജിമ്മാണെന്ന് ചോദിച്ചാൽ കുറേയൊക്കെ മൾട്ടിയാണ്. അതായത് അറബികളുടെ അവിടുന്ന് ഒഴിവാക്കുന്ന മെഷീനറീസ്, അവിടെ പുതിയ മെഷീനറീസ് വരുമ്പോൾ അവിടുത്തെ പഴയ മെഷീനറീസ് ഇവിടെ കൊണ്ടുവന്നേക്കും, ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് ഉള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെയിലി നമ്മളെ എൻ്റർടൈൻമെൻറ്റ് പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. വർക്കൗട്ടിന് അഡിക്റ്റഡായി പോയി ഗൈസ്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളിയാണ്. ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് ഫാമും കാര്യങ്ങളൊക്കെയാണ്, കോഴി, കാട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം, വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ആഗ്രഹിക്കാൻ മാത്രം പറ്റുള്ളൂ. അതിനോടൊക്കെ ഞാൻ ക്യാമറയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ എൻ്റെ ജോബ് എപ്പോൾ പോയി എന്ന് വെച്ചാൽ മതി. അതുകൊണ്ടാണ് അതൊന്നും കാണിച്ചു തരാത്തത്. ഒരുപാട് സംഭവങ്ങൾ ഇതിനുള്ളിലുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് കഥ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നല്ല അടിപൊളി സൺസെറ്റൊക്കെ വൈകുന്നേരം കാണട്ടെ. ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇടലുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സൺസെറ്റ് കണ്ട് ആസ്വദിച്ച് നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ജിമ്മ്. ഇനി ഞാൻ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. അതായത് ഇവിടെ ഫോറസ്റ്റ് ഉണ്ട്, ഇതിനുള്ളിലൊരു വലിയൊരു കാടുണ്ട്. ആ കാട്ടിൽ എൻ്റെ പെരുന്നാളുടെ ആ വ്ളോഗ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ കുറേ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാട്ടിലുള്ള വീണിട്ടുള്ള മരങ്ങളും അതുപോലെ ഇതുപോലെ ചൂടിലൊക്കെ ഒടിഞ്ഞ് വീഴുന്ന മരങ്ങളും അങ്ങനെ മരങ്ങളും ചുള്ളിക്കമ്പുകളൊക്കെ പെറുക്കിയിടാൻ ഇവിടെ ഒരു 500ഓളം പാകിസ്ഥാനി പണിക്കാരുണ്ട്. കാട്ടിലെ പണിക്കാരെന്നൊക്കെ ഞങ്ങൾ പറയും. അപ്പോൾ അവർ ഈ മരങ്ങളൊക്കെ കൊടുന്ന് കൂട്ടിയിടുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ, പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റിയാൽ ഞാൻ മെല്ലെ എടുത്തു തരാം. കാരണം പോകുന്ന വഴിക്ക് പാകിസ്ഥാനികളെ റൂമിൻ്റെ സൈഡൊക്കെയാണ്. അപ്പോൾ അവർ ചിലപ്പം കണ്ടാൽ, അവർ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവും എന്ന് വിചാരിച്ചിട്ടാണ് അവരെ മുന്നിൽ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കാത്തത്. അപ്പോൾ ആരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ കാണിച്ചു തരാം. ഓരോ കൃഷിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് നമുക്ക് മെല്ലെ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ ഓഫാക്കി ജിമ്മിൽ നിന്ന് ഇറങ്ങാം. ഇതിൻ്റെ ചാവിൻ്റെ കംപ്ലൈൻ്റൊക്കെ ഉണ്ട്, തുറക്കുമ്പോൾ ഭയങ്കര സ്റ്റക്കൊക്കെയാണ്. ഈ ചാവി നമ്മൾ ഇവിടെ ഒരു പൈപ്പുണ്ട്, അവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ ആർക്കും വന്ന് എടുക്കാം. അതാണ് സെറ്റപ്പ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാം. ഈ കാണുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പാകിസ്ഥാനികളുടെ ഏരിയ. ചൂടായിട്ട് എല്ലാവരും റൂമിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഈ ചൂടത്ത് ഇറങ്ങി നടക്കുന്ന ഒരാൾ അത് ഞാനായിരിക്കും. ഇത് പാകിസ്ഥാനികളുടെ അവരുടെ പ്രാവൊക്കെയാണിത്. അവരുടെ പ്രാവാണ്. അമ്പലവരിയുണ്ട്, പിന്നെ ഇതാണെന്നറിയില്ല, വെള്ളപ്രാവുണ്ട്. ഇതൊക്കെ പാകിസ്ഥാനിലെ ഏരിയ ഉണ്ട്. അവർ കൃഷിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന, കൃഷിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് പാകിസ്ഥാനികൾ. ഈ കാണുന്ന വണ്ടികളൊക്കെ ഇവിടുത്തെ ഫുഡ് കൊണ്ടുവന്ന് തരുന്ന വണ്ടി, അതുപോലെ കാട്ടിലെ സാധനങ്ങളൊക്കെ എന്താ ആ കൊട്ട ഈ വണ്ടിയിൽ ഹാങ് ചെയ്ത് വെച്ചിട്ട് അതിൽ ഈ കാണുന്ന വിറകും സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ കൂട്ടിയിടും. ഇതൊരു വലിയൊരു ഏരിയ തന്നെയാണ്. ശരിക്കും കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരട്ടെ. അതായത് ഞാനിങ്ങനെ തിരിഞ്ഞാൽ ഈ കാണുന്ന ഏരിയ കണ്ട, ഇത്
മൊത്തം ഈ കാട്ടിലുള്ള നമ്മളെ കാട്ടിലുള്ള മരങ്ങളും ചില്ലും കൊമ്പുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നിടും. ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടി ശേഖരിച്ച് വെക്കും. അതാണ് പരിപാടി. നല്ല ഇറച്ചിയൊക്കെ വെട്ടാൻ പറ്റിയ നല്ല അടിപൊളി മുട്ടി കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അറബികളൊക്കെ ഷെയ്ക്കൊക്കെ വരുമ്പോൾ അവർ ഈ പറഞ്ഞ കാട്ടിൽ ചെറിയ ടെൻ്റൊക്കെ അടിച്ചിട്ട് ചെറിയ പാർട്ടിയും പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വിറകുകളൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അതാണ് സെറ്റപ്പ്. ഫുള്ള് ഈ അറ്റം മുതൽ ഇങ്ങനെ ഫുള്ള് മരങ്ങളുണ്ടോ, ഫുൾ മരങ്ങളാണ്. മറ്റേ എനിക്ക് ഈ ഏരിയ ഇങ്ങോട്ട് കാണുമ്പോൾ നമ്മളെ നിലമ്പൂർ തേക്കൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഈ പിക്ചർ ഇങ്ങനെ മനസ്സിൽ വരും. അപ്പോൾ അതാണ് കഥ. അതേപോലെ ഇതൊക്കെ എന്തോ ടെൻ്റൊക്കെ പൊളിച്ചതാന്ന് തോന്നുന്നുണ്ട്. എന്തോ നല്ല കാലാക്കി കൊടുത്തിട്ടുള്ള തടികളാണിത്. ഇതിലൊരു ഹുക്കൊക്കെ ഉണ്ട്, ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രോപ്പർട്ടിയാണ്. അതും ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. ഈ ഒട്ടകത്തിൻ്റെ ബ്രീഡിങ്ങൊക്കെ, അതായത് ഇവിടുത്തെ ഷെയ്ഖ് മുഹമ്മദ് നമ്മളെ ദുബൈ രാജാവിൻ്റെ മകൻ്റെ പ്രോപ്പർട്ടിയാണത്. ഇത് ദുബൈ രാജാവിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ. ഇവിടെ എലിക്കൂടൊക്കെ വെച്ചിട്ടുണ്ട്, ആരോ എലിക്ക് കണിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എലികളൊക്കെ ഉണ്ട് കേട്ടോ. എലിക്ക് എന്താ മീനാണ് വെച്ചിട്ടുള്ളത് ഏരാക്കിയിട്ട്. ഇതാണ് സംഭവം. ഇത് ഈ കാണുന്ന ഏരിയയാണ് ഞാനീ പറഞ്ഞിട്ടുള്ള ഫാമും കാര്യങ്ങളൊക്കെ. അതായത് അവിടെ പ്രാവുണ്ട്, പ്രാവിൻ്റെ ഫാമുണ്ട്. അതേപോലെ കാടയുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്. പിന്നെ വെറൈറ്റി സംഭവങ്ങളുണ്ട്. എലിയുണ്ട്. എലി കൂടാതെ പിന്നെന്താ ഉള്ളത്? എലിയാണ് വെറൈറ്റി. അതായത് എലി ഞാൻ ജോലി ചെയ്യുന്നത് ഫാൾക്കണിൻ്റെ പരുന്തിൻ്റെ സെക്ഷനിലാണ്. അപ്പോൾ എൻ്റെ അവിടുത്തെ പരുന്തിന് എലി, കാട, പ്രാവ് ഇതൊക്കെയാണ് കൊടുക്കൽ. ഈ പരുന്ത് മാംസാഹാരിയാണല്ലോ. അപ്പോൾ എലിക്കുഞ്ഞുങ്ങളെ, ചെറിയ ചോരക്കുഞ്ഞുങ്ങളെ, പൊടിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കും. അതേപോലെ വലിയ എലികളെ കൊടുക്കും. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ള കാഴ്ചകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ പ്രശ്നമാണ്, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മളെ കാട്ടിലെ പെറുക്കിയെടുത്തിട്ടുള്ള മരങ്ങളും ഇതൊക്കെ കൂട്ടിയിടുന്ന ഏരിയ എന്ന് പറഞ്ഞത്. നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഈ ചൂടത്ത് ഇറങ്ങി നടക്കുന്ന ഒരാൾ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ ശനിയാഴ്ച വീഡിയോ ഇടുമെന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ശനിയാഴ്ചക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഞാൻ ഉണ്ടാക്കിയെടുക്കും. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിക്കണമല്ലോ, അതാണ്. ഇതിപ്പോൾ ഒരു മൊത്തത്തിൽ ഇങ്ങനെ ഒരു സ്ക്വയറാണ്. ഈ സ്ക്വയറിൻ്റെ ഒരറ്റത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മളെ റൂം എന്ന് പറഞ്ഞത് ഈ സ്ക്വയറിൻ്റെ അങ്ങേ അറ്റത്താണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങോട്ട് ഒരുപാടുണ്ട്. അവിടെയായിട്ടാണ് നമ്മളെ റൂമുള്ളത്. അപ്പോൾ അതാണ് കഥ. ഇതാണ് ഏരിയ. ഈ മരത്തിലേക്ക് ഒരുപാട് കിളികളുണ്ട് കേട്ടോ. കിളിക്കൂടും കിളിക്കുട്ടികളൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഇവിടെ കിളികളാണുള്ളത്. അതാണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഷോർട്സിലും കാര്യങ്ങളിലൊക്കെ കിളി വന്നുകൊണ്ടിരിക്കുന്നത് കഥാപാത്രമായിട്ട്. പിന്നെ അതേപോലെ ദുബായിൽ കടലിൽ നിന്നുള്ള വെള്ളമാണ് എടുക്കുന്നത്. കടലത്തെ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ കുടിക്കുന്നതും. അതേപോലെ ഇവിടുത്തെ മരങ്ങൾക്ക് എല്ലായിടത്തേക്കും എത്തിക്കുന്നത് പൈപ്പ് ലൈൻ വഴി കടലത്തെ വെള്ളമാണ് എത്തിക്കുന്നത്. അതുപോലെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാ മരത്തിൻ്റെ ചുവട്ടിലും ഇതേപോലെ പൈപ്പ് ഇട്ടിട്ട് മരത്തിന് വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് ദുബായിൽ എല്ലായിടത്തും അങ്ങനെ തന്നെ ഇതേപോലെ പൈപ്പിലിട്ടിട്ട് എത്തിക്കുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ ദുബായിൽ പച്ചപ്പ് നിലനിൽക്കുന്നത്. കാരണം ഇത്രയും ചൂടത്ത് ഈ മരങ്ങളൊക്കെ നിലനിന്ന് പോകണ്ടേ. അപ്പോൾ അങ്ങനെ വെള്ളം എല്ലായിടത്തേക്കും ഇങ്ങനെ എത്തും.
അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് നേരെ സ്ട്രൈറ്റായിട്ട് നേരെ നമ്മൾ സ്ട്രൈറ്റായിട്ട് റൂമിലേക്ക് പോവാം. പോകുന്ന വഴിക്ക് വേറെയും ചിലത് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഇത് കണ്ടില്ല, അവിടെയൊക്കെ വിറകുകളൊക്കെ അടുക്കി ചെറിയ ചെറിയ കെട്ടുകളാക്കി വെച്ച് കേട്ടോ. ഈ കാണുന്ന വിറകുകളൊക്കെ അങ്ങനെ കെട്ടാക്കി വെച്ചതാണ്. ഇനി ക്യാമ്പും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതെടുത്തിട്ട് പോകും. അവിടുന്ന് നേരെ ഞാൻ എൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ പാകിസ്ഥാനികളുടെ റൂമിന് മുന്നിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ അവരൊക്കെ കിടന്നുറങ്ങുന്നതുകൊണ്ട് ഞാനൊന്ന് സംസാരിക്കാതിരുന്നത്. ഇവിടെയൊക്കെ ആദ്യം ഒരുപാട് സൂര്യകാന്തി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ചൂടായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന കടലാസം പൂവിൻ്റെ ചെടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഒരുപാട് പൂക്കളൊക്കെ ആകുമ്പോൾ കാണാൻ. അതുകൂടാതെ ഒരുപാട് കോഴികളുണ്ട് ഇവിടെ. പാകിസ്ഥാനികളുടെ കയ്യിലാണ് ഒരുവിധം കോഴികളൊക്കെ. നമ്മളുടെ കയ്യിൽ 2 കോഴികളാണുള്ളത്. ചെറിയൊരു അരിപ്രാവിൻ്റെ ഇനത്തിൽപ്പെടുന്ന 2 പ്രാവുകളൊക്കെ ഒരു കൂട്ടിൽ വളർത്തുന്നുണ്ട്. എല്ലാ കോഴികളും ഈ മരത്തിൻ്റെ ചോട്ടിൽ തണലത്ത് ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മളെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ റൂമിൻ്റെ അവിടെയുള്ള ഇതെന്ത് കായെന്നറിയോ? ഇത് പുളിയെറുമ്പുംകായ് അങ്ങനെ എന്തൊക്കെയോ പറയുന്ന ഒരു പഴമുണ്ട്. അതിൻ്റെ ശരിക്കും പേരെന്താണെന്ന് അറിയില്ല. ഞാനൊക്കെ പുളിയെറുമ്പുംകായ് എന്നാണ് പറയാൽ. ഞാൻ അതിൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. അങ്ങനെ നമ്മളെ റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നമ്മളെ അക്കോമഡേഷൻ്റെ ഭാഗത്ത് കാണിക്കാൻ പറ്റിയിട്ടുള്ള ചില ഏരിയകൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ. അപ്പോൾ പാകിസ്ഥാനികളൊക്കെ നല്ല അടിപൊളിയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ മലയാളികൾ എന്ത് ചെയ്യും? എവിടെയെങ്കിലും ഒരു നിലം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ടൈൽസൊക്കെ ഇട്ട് ഇൻ്റർലോക്കൊക്കെ ഇട്ട് ഫുള്ള് സെറ്റപ്പ് ആക്കും. അതാണ് അവസ്ഥ. അതാ കണ്ടില്ലേ? നമ്മളൊരു ഗ്യാപ്പ് കിട്ടിയാൽ അവിടെ അങ്ങനെ അടിപൊളിയായിട്ട് എങ്ങനെ സെറ്റപ്പ് ആകാം, എങ്ങനെ സ്റ്റാൻഡേർഡ് ആക്കാമെന്നാണ് ചിന്തിക്കുക. പക്ഷേ പാകിസ്ഥാനികൾ അങ്ങനെയല്ല. അവർ മാക്സിമം കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ കൃഷി ചെയ്യും. അപ്പോൾ നമ്മൾ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്നല്ലോ, അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഒക്കെ പോയി. കാരണം നല്ല വെയിലായതുകൊണ്ട് നിൽക്കണില്ല, നനച്ചെടുത്തൊന്നും കാര്യമില്ല. അതൊക്കെ അങ്ങനെ ഉണങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫുള്ള് ഇപ്പോൾ പ്ലെയിനായി കിടക്കണേ. നമ്മളെ റൂമിൻ്റെ ബാക്കിലായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ആ അറ്റത്തൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത്. അതൊക്കെ പോയി, ഒക്കെ ഉണങ്ങിപ്പോയി ഒക്കെ എടുത്തിട്ട്. അപ്പോൾ അതാണ് പാകിസ്ഥാനികളും മലയാളികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ ഭയങ്കര വൃത്തിയും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. വൃത്തിയും കാര്യവും കൂടുതലാണ്, പക്ഷേ വൃത്തികേടാക്കുന്ന കാര്യത്തിലും മലയാളികൾ മുന്നിലാണ്. ശരിയല്ലേ? നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ. എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു ബ്ലോഗ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഒരു നട്ടുച്ചക്കുള്ള ഉച്ച ബ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം. വെയിലും കൊണ്ട് കുറേ നടന്ന് തൊപ്പിയൊക്കെ ഇട്ടാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ യൂട്യൂബിലാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോകളുമായി ഇനിയും മറ്റൊരു ദിവസം അടുത്ത ശനിയാഴ്ച കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ജാസി. ബൈ.